നമുക്ക് ഒ അബ്ദുള്ളയിലേക്ക് വരാം. അദ്ദേഹം ശ്രീ ഒ അബ്ദുള്ള, ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്, ഇവിടെ RV ബാബു പറഞ്ഞു നിർത്തുന്നത് അവിടെയാണ്. ഷെയ്ഖ് ഹസീന ഭരിച്ച കാലത്ത് ന്യൂനപക്ഷങ്ങൾ ഇത്രമാത്രം വേട്ടയാടപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്, അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഭരണം അവസാനിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം അതവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ ന്യൂനപക്ഷമായിരിക്കുന്ന ഹിന്ദുക്കളുടെ നേരെ അക്രമം നടത്തുന്നത്. അവരുടെ ദുർഗാപൂജ നടത്താൻ പാടില്ല, നിസ്കാര സമയത്ത് ദുർഗാപൂജ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ. അത് മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലമുണ്ട്. ആ കാലത്ത് കാണാത്ത ഒരു കാര്യം ഇപ്പോൾ നടക്കുമ്പോൾ അവിടെ താലിബാനിസം നടപ്പാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ബംഗ്ലാദേശിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ പറ്റുമോ ശ്രീ ഒ അബ്ദുള്ള? താങ്കളുടെ ചോദ്യത്തിന് നേർക്കുനേരെ മറുപടി പറയുന്നതിന് മുമ്പ് എൻ്റെ മുമ്പ് സംസാരിച്ച വ്യക്തി അദ്ദേഹത്തെ പോലെയുള്ളവരോട് പറയാനുള്ളത്, ഞാനൊരു 10-30-40 വർഷക്കാലം പത്ര ഓഫീസുകളിൽ ജോലി ചെയ്ത ആളാണ്. ഇതിന് ചില രീതികളുണ്ട്. ഈ കലാപങ്ങളെ സംബന്ധിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘടനകൾ ഉണ്ടാകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിന് സർവാംഗീകൃതമായ കൃത്യമായി പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്. അതായത് രണ്ട് സമുദായങ്ങൾ തമ്മിൽ സംഘടനത്തിൽ ഏർപ്പെട്ടാൽ സമുദായങ്ങളുടെ പേര് പറയാതിരിക്കുക എന്നത് ഇപ്പോൾ മാത്രമുള്ള ഒരു സംഭവമല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അത് വലിയൊരു തീപ്പൊരിയായി കൂടുതൽ സംഭവങ്ങളിലേക്കും തീ ആളിക്കത്താനും പടരാനും കലാപങ്ങളിൽ നിന്ന് ഒരിക്കലും മോചനം ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് പത്രങ്ങൾ, മാധ്യമങ്ങൾ പൊതുവെ പാലിക്കുന്ന ഒരു മര്യാദയാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ എന്നൊക്കെയുള്ള വാചകം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പത്രം സെൻസർ ചെയ്യപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യും. അത് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ഇദ്ദേഹത്തിന് ബോധം വരിക. ഇടപെട്ട് ഞാൻ സംസാരിച്ചതിന് താങ്കൾക്ക് പറയാം. ഗുജറാത്ത് കലാപം നടന്നു. ഒരു യുവതിയുടെ വയറ് കയറി വയറിൽ നിന്ന് ഭ്രൂണം കുട്ടിയെടുത്ത് തീക്കുണ്ടത്തിലേക്ക് എറിഞ്ഞു. ആ യുവതിയുടെ പേരും കുട്ടിയുടേതും എല്ലാം കൂടി വിവരിക്കുകയാണെങ്കിൽ ഇവിടെ കലാപങ്ങൾ ഒതുങ്ങുകയില്ല. അപ്പോൾ ഇതിന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന അത് ഒരു മറുഭാഗത്ത് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങളാണ് വർദ്ധിക്കപ്പെടുന്നത് എന്ന ഒറ്റ കാലത്താൽ അപ്പോ എല്ലായിടത്തും പാലിക്കപ്പെടുന്ന ഒരു മര്യാദ. താങ്കളൊന്നും ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞോ? താങ്കൾ സംസാരിക്കാൻ മുണ്ടിയോ? അയാളോട് മുണ്ടായിരിക്കാൻ പറയും. അയാൾ പറഞ്ഞ വിഡിത്തത്തിനൊക്കെ എനിക്ക് മറുപടി ഉണ്ട്. അയാളോട് എന്നോടല്ല, അയാളോട് മുണ്ടായിരിക്കാൻ പറയും, ബാബുവിനോട്. അപ്പോൾ ഇതിനൊരു രീതിയുണ്ട്. ഈ പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ റിപ്പോർട്ടിങ്ങിന് ശൈലിയുണ്ട്. എന്നല്ലാതെ ഇവിടെ ഹിന്ദുക്കളെ എന്തെങ്കിലും ഇതാക്കണം, അങ്ങനെ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ഹിന്ദുക്കളുടെ പേര് വരുമ്പോൾ മാത്രം പറയണം, മറ്റേത് പറയാൻ പാടില്ല. അബ്ദുള്ളയുടെ ശബ്ദത്തിൽ ഒരു തടസ്സം നേരിടുന്നുണ്ട് ശ്രീ അബ്ദുള്ള. ഇപ്പൊ ഈ പറയുന്നതായ പ്രശ്നം ആ ശബ്ദത്തിൽ, അങ്ങയുടെ ശബ്ദത്തിൽ ഒരു തടസ്സം നേരിടുന്നു. നമുക്ക് അബ്ദുള്ളയിലേക്ക് വരാം. അതിനു മുമ്പ് ആ സംവിധാനം ശരിയാക്കുന്നതിന് മുമ്പ് പ്രൊഫസർ റോണി കെ ബേബി, നമ്മൾ ഈ കാണേണ്ടത് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ഈ ശ്രീ അബ്ദുള്ള കേൾക്കുന്നില്ല, അങ്ങ് പറയുന്നത് കേൾക്കുന്നില്ല. നമുക്ക് അതിൻ്റെ ഓഡിയോ ശരിയാക്കേണ്ടതുണ്ട്. അങ്ങയിലേക്ക് വരാം. അത് താങ്കളുടെ ചെവിന്റെ തകരാറാ. പറയാൻ പാടില്ല. ശരി, പറഞ്ഞോളൂ. ഓഡിയോ ശരിയാക്കിയിട്ട് സംസാരിച്ചാൽ മതി. പറഞ്ഞോളൂ. ഇപ്പോൾ കേൾക്കാം, പറഞ്ഞോളൂ. ഇപ്പൊ ഓഡിയോ ശരിയായി. അപ്പം ഈ റിപ്പോർട്ടിങ്ങിന്റെ ഒരു രീതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ആളിപ്പടരാതിരിക്കാൻ വേണ്ടി ഏത് സമുദായം, ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ആ കലാപത്തിൽ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിലെടുത്ത് തീക്കുണ്ടത്തിലേക്ക് കുത്തിയെറിഞ്ഞു ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നൊരു പത്രം റിപ്പോർട്ട് ചെയ്യില്ല, അവരാണ് ചെയ്തതെങ്കിലും. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. ഈ ബംഗ്ലാദേശിൽ അവിടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നു എന്ന സംഭവം ഞാൻ അതിന് അങ്ങേയറ്റം എതിരാണ്. അത് ചെയ്യാനേ പാടില്ല. ദുർഗാപൂജ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെതിരാണ്. കാരണം മറ്റുള്ളവരുടെ ആരാധനകളെ തടയരുതെന്നുള്ളത് വിശുദ്ധ ഖുർആനിലെ വ്യക്തമായ വാചകമാണ്. ഖുർആൻ വളരെ നന്നായിട്ട് അക്കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വലൂല ദഫുല്ലാഹി നാസബാദം ബിബാദ് ഖുർആൻ പറയാം, ജനങ്ങളെ അല്ലാഹു തആല തടുത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ലഹുദ്ദിമത്ത് സ്വവാമിഴും, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു.
എല്ലാവരുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റുള്ളവരുടെയും അജ്ഞാരാധകരുടെയും എല്ലാ ആരാധനാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അത്തരത്തിലുള്ളതായ സംഗതികൾ ചെയ്യരുത് എന്നുള്ള വിശുദ്ധ ഖുർആനിലെ വചനമാണ്. അതിനെതിരെ ഇവിടെ ആരും പ്രവർത്തിച്ചിട്ട് ഇസ്ലാം അതിന് ഉത്തരവാദിയല്ല, മുസ്ലിങ്ങളും ഉത്തരവാദിയല്ല. ഇവിടെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലുള്ള സംഭവം, അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു പറയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇത്തവണ മൂന്നാമത്തെ തവണ പിന്നെ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയെത്ര വീടുകളാണ് ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്തത് മുസ്ലിങ്ങളുടെ. ഒരു ഇടത്ത് മാത്രം ഛത്തീസ്ഗഡ് 108 വീടുകൾ ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്തില്ലേ? അന്ന് എവിടെയാണ് നിങ്ങളതിനെ പറ്റി എന്തെങ്കിലും പ്രതികരിച്ചോ? അപ്പോൾ ഇന്ത്യക്കകത്തുള്ള ന്യൂനപക്ഷങ്ങൾ എന്തും ചെയ്യാം, ഇന്ത്യക്ക് പുറത്തുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ളവർക്ക് വലിയ വെപ്രാളവും വലിയ വേവലാതിയും വലിയ ആർത്തനാദവും. ഈ മനുഷ്യത്വത്തിലൂടെ ചിന്തിക്കാൻ കഴിയണം, ജാതിയിലൂടെയല്ല, മതത്തിലൂടെയല്ല. അത് എൻ്റെ സമുദായമാണ്, മുസ്ലിമാണ്, അല്ലെങ്കിൽ അത് എൻ്റെ സമുദായമാണ്, ഹിന്ദുവാണ് എന്നതിന് പകരം മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ളതായ ഇടമാണ് ഭൂമി. ഇവിടെ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി സൗകര്യത്തോടു കൂടി ജീവിക്കാനുള്ളതായ സംവിധാനം, അത്തരമൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ ചുരുക്കി പറയാം. അല്ല, ശ്രീ ഓ അബ്ദുള്ള, അങ്ങ് പറഞ്ഞു, അങ്ങ് ഖുറാനിലെ വാചകം ഉദ്ധരിച്ചു പറഞ്ഞു എല്ലാ മതങ്ങൾക്കും അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം, അങ്ങനെ മതങ്ങളെ അല്ലെങ്കിൽ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കുന്ന രീതിയല്ല എന്ന്. എന്തുകൊണ്ട് എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിൽ പിന്നെ നടക്കുന്നത്? അവർ ഖുറാൻ വായിക്കാഞ്ഞിട്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അതിനെ അപലപിച്ച് ഇവിടെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ രാജ്യത്ത് ഇത് നടക്കുന്നത്, അപ്പോൾ അത് അവർ ഖുറാൻ അനുസരിക്കാത്തത് കൊണ്ടാണോ അത് നടക്കുന്നത്? ശ്രീ ഓ അബ്ദുള്ള. അതുപോലത്തെ ഇതിനേക്കാൾ മനോഹരമായ വാചകങ്ങൾ ഇന്ത്യയിലെ പിന്നെ ഗീതയിലും അതുപോലുള്ള പുരാണങ്ങളിലില്ലേ? എന്നിട്ട് ഇവിടുത്തെ എന്താ ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്നുള്ളത് ഖുറാനുള്ള വാചകമല്ലല്ലോ. എന്നിട്ട് ഇവിടെ എത്ര വർഗീയ കലാപങ്ങൾ നടന്നു, എത്രയെങ്ങാനും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു, അവിടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കപ്പെട്ടു. ബഗൽപൂരിൽ എത്രയാണ്, ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ് ബഗൽപൂർ സംഭവം. ശ്രീ ഓ അബ്ദുള്ള, അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പുറത്തു വരികയും റിപ്പോർട്ട് ചെയ്യുകയും വാർത്ത വരികയും വേണം. അതിനെയല്ല എതിർക്കുന്നത്. ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്ന, ഭാരതത്തിൽ ഉണ്ടാകുന്ന ശ്രീ ഓ ഒന്നിനെ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുമ്പോൾ താങ്കൾ മുണ്ടരുത്, അല്ലെങ്കിൽ താങ്കൾ സംസാരിക്കാൻ താങ്കൾ സംസാരിക്കാൻ വയ്ക്കില്ല. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ ആദ്യം ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് ഒടുവിൽ എത്ര ചോദ്യം ചോദിച്ചാൽ മറുപടി വരും, എത്രയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പിന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ട് സാവർത്തിത്വത്തോടുകൂടി ജീവിക്കാം. അവിടെ ബംഗ്ലാദേശിൽ നിങ്ങൾ പറയുന്നത് വളരെ എക്സാക്റ്റേറ്റഡ് അതാണ്. അത്രത്തോളം അവിടെ ആക്രമണം നടന്നിട്ടില്ല, ചില്ലറ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ചില്ലറ ആക്രമണം ശ്രീ ഓ അബ്ദുള്ളയ്ക്ക് അതൊക്കെ ചില്ലറ ആക്രമണമാണ്, സമ്മതിക്കുന്നു. ചില്ലറ ആക്രമണമാണ്. ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന, ഭാരതത്തിലാണ്, ബംഗ്ലാദേശിലല്ല. അതിനിടെ പറയാതിരിക്കേ, അതിൻ്റെ ഇടയിൽ പറയാതിരിക്കും ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ 7 മരണത്തിൽ 4 എണ്ണം മുസ്ലിങ്ങളാണ്, 3 എണ്ണം മാത്രം. BBC റിപ്പോർട്ട് എടുത്ത് നോക്ക്, 3 എണ്ണം മാത്രം ഹിന്ദുക്കൾ. പിന്നെ ഹിന്ദുക്കളെ കൊല്ലുന്നുള്ള മുറവിളിക്ക് എന്താ അർത്ഥമുള്ളത്? ഇനി പറയും. ഇനിയും ബാക്കിയുള്ളവരിലേക്കും പോകണം. ശ്രീ ഓ അബ്ദുള്ള പറയുന്നത് നമ്മൾക്ക് വസ്തുതാവിരുദ്ധമായ അല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ഇടയ്ക്ക് ഇടപെടുന്നത്. അല്ലാതെ അങ്ങയുടെ അഭിപ്രായം കൂടി അറിയാനാണ് ക്ഷണിച്ചത്. ഒരിക്കലും അങ്ങയുടെ അഭിപ്രായത്തെ തടസ്സപ്പെടുത്തുമില്ല, അങ്ങ് പറയുകയും വേണം. പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ താങ്കളുടെ ദൃഷ്ടിയിൽ എൻ്റേത് വസ്തുതാ വിരുദ്ധ, എൻ്റെ ദൃഷ്ടിയിൽ നിങ്ങളുടേതും വസ്തുതാ വിരുദ്ധ. അങ്ങനെയാണെങ്കിൽ ഇത് അടിപിടിയിൽ അവസാനിക്കാം. കൂടെ ഞാൻ പങ്കെടുക്കുന്നത് നിങ്ങളുടെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനാ. അതെ, തീർച്ചയായും അതിനാണ് അങ്ങേ ക്ഷണിച്ചതും ശ്രീ ഓ അബ്ദുള്ള. തീർച്ചയായും. പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ഈ നടക്കുന്ന താങ്കൾ വസ്തുതാ വിരുദ്ധമായത് പറയുമ്പോൾ ഞാൻ ഇടപെടുക. അങ്ങനെ ആവട്ടെ, നമുക്ക് അങ്ങനെ പരസ്പരം ഇടപെട്ട് തന്നെ ചർച്ച ഗംഭീരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. ശ്രീ ഓ അബ്ദുള്ള,